നമസ്കാരം. എല്ലാ മാന്യപ്രേക്ഷകർക്കും ഈ ക്ഷേത്രോത്സവവുമായി ബന്ധപ്പെട്ടുള്ള ഈ പ്രത്യേക പരിപാടിയിലേക്ക് സ്വാഗതം. ഇത് ഉത്സവത്തെ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു പ്രത്യേക വിശേഷാൽ പതിപ്പാണ്. ക്ഷേത്ര മീഡിയ വളരെ അഭിമാനത്തോടു കൂടിയാണ് ഇവരെ എല്ലാവരെയും പരിചയപ്പെടുത്തുന്നത്. ഉത്സവം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, നിരവധി ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഉത്സവത്തിൻ്റെ ചടങ്ങുകളും സമ്പ്രദായങ്ങളും കലാപരിപാടികളും എന്നുവേണ്ട ആഘോഷിക്കാനും ആനന്ദിക്കാനും ലഭിക്കുന്ന ഒരുപാട് ഘടകങ്ങളുടെ സമന്വയമാണ് ഉത്സവം. പക്ഷേ ഇതിൻ്റെയൊക്കെ പിന്നിൽ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ളത് ധനം തന്നെയാണ്. ആ അർത്ഥം എത്ര വളരെ ഉണ്ടായാലും തൃപ്തിയാകാം മനസ്സിനൊരു കാലം എന്ന് പൂന്താനം ജ്ഞാനപ്പാനയിലൂടെ പറഞ്ഞത് ഈ ഉത്സവത്തിൻ്റെ കാര്യത്തിൽ അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. കാരണം ഏകദേശം 2 കോടിയിലധികം രൂപയുടെ ചെലവ് വരുന്ന ബൃഹത്തായ ഒരു പദ്ധതിയാണ് ഈ മഹോത്സവം. അതുകൊണ്ട് തന്നെ പോയ കാലത്തിൻ്റെ പൂർവ്വപ്രതാപങ്ങളെയും ഐശ്വര്യങ്ങളെയും അതിൻ്റെ ഗരിമയും തനിമയും ചോർന്നു പോകാതെ ഈ തവണയും ഉത്സവം ഗംഭീരമാക്കണമെങ്കിൽ ആ ധനാഗമ മാർഗം തിരയുക തന്നെ വേണം. അതിന് ഒരുപിടി സന്നദ്ധമായി പ്രവർത്തിക്കുന്ന വ്യക്തിത്വങ്ങളുടെ കൂട്ടായ്മ അനിവാര്യമാണ്. തീർച്ചയായും ഈ എറണാകുളത്തപ്പൻ്റെ ഉത്സവത്തിന് ധനസമാഹരണവുമായി മുന്നോട്ടിറങ്ങിയ ഒരു കൂട്ടം വ്യക്തിത്വങ്ങളിൽ ഒരു ഗ്രൂപ്പ്, ഒരു സംഘമാണ് ഇപ്പോൾ ക്ഷേത്ര മീഡിയക്കൊപ്പം ഒരു അഭിമുഖത്തിന് തയ്യാറായി നിൽക്കുന്നത്. നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഈ അംഗങ്ങളിൽ നമ്മളോട് സംസാരിക്കാൻ ശ്രീനിവാസൻ തയ്യാറായി നിൽക്കുന്നു. അതുപോലെ തന്നെ എല്ലാവരും ഇവിടെയുണ്ട്. കഴിഞ്ഞ വർഷം ഇദ്ദേഹമായിരുന്നു നമ്മളോട് സംസാരിച്ച് അത് വളരെ അഭിമാനത്തോടു കൂടി ക്ഷേത്ര മീഡിയയോട് അദ്ദേഹം പറയുകയുണ്ടായി. കാരണം എൻ്റെ അഭിമുഖം എല്ലാവരും കണ്ടു, അതിൽ വളരെയധികം അഭിമാനിക്കുന്നു. മറ്റൊന്നുമല്ല, ക്ഷേത്രങ്ങൾ, സംവിധാനങ്ങൾ, അവിടെ നടക്കുന്ന ആരാധനകൾ, ഇവരെല്ലാവരും തന്നെ അവരുടെ സമർപ്പണങ്ങൾ ലോകത്തിനു വേണ്ടി, മനുഷ്യ സമൂഹത്തിനു വേണ്ടി ഭഗവത്പാദങ്ങളെ സമർപ്പിച്ചുകൊണ്ട് ആ പ്രവൃത്തി ചെയ്യുമ്പോൾ സേവനം ഒന്നേ ലക്ഷ്യം. മറ്റുള്ളവർക്കായി സ്വജീവിതം സമർപ്പിക്കുന്നവരാണ് വിവേകികൾ എന്ന് പൂർവ്വ പിതാമഹന്മാർ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം എങ്ങനെയാണ് ഈ ഉത്സവത്തിൻ്റെ ധനസമാഹരണം എങ്ങനെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. നമുക്കൊന്ന് സംസാരിക്കാം. ശ്രീനിവാസൻജി, നമ്മുടെ ഉത്സവം വളരെ ഗംഭീരമായിട്ട് ആഘോഷിക്കാൻ പോവുകയാണ്. എല്ലാവരും ഉറ്റുനോക്കുന്ന ഉത്സവം. അപ്പോൾ അതിന് ആ ഗാംഭീര്യം കുറയാതെ നിലനിർത്തണമെങ്കിൽ അത്രയും തന്നെ ധനം നമുക്ക് ആർജിച്ചേ മതിയാവും. അപ്പോൾ എങ്ങനെയാണ് അത് പ്ലാൻ ചെയ്തിരിക്കുന്നത്? എന്തൊക്കെയാണ് സമ്പ്രദായം? എങ്ങനെയാണ് അതിൻ്റെ ഒരു നിങ്ങളുടെ കൂട്ടായ്മയോടുകൂടി എങ്ങനെയാണ്? കഴിഞ്ഞ കൊല്ലം നമുക്ക് 1,87,00,000 രൂപയുടെ ചിലവുണ്ടായിരുന്നു. ഇക്കൊല്ലം തീർച്ചയായിട്ടും അത് 2 കോടി കൂടുതൽ പോകും. കടക്കാനേ സാധ്യതയുള്ളൂ. അതിന് 3-4 ഘടകങ്ങളുണ്ട്. ഒന്ന്, ആനയുടെ ഇതിലെ ഏക്കങ്ങളുടെ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ അന്നദാനം നമ്മളൊരു 3 ദിവസം കൂടി എക്സ്ട്രാ വരുന്നുണ്ട്. അത് മാത്രമല്ല, ബാക്കി എല്ലാ കാര്യങ്ങളുടെയും ചെലവ് വർദ്ധിച്ചിട്ടുണ്ട്. എല്ലാം 10% എങ്കിലും മിനിമം വർദ്ധിച്ചിട്ടുണ്ട്. സ്റ്റേജ്, പന്തല്, അങ്ങനെ എല്ലാം വന്നു. പിന്നെ വരുമാന മാർഗങ്ങൾ ആസ് യൂഷ്വലായിട്ട് നമ്മുടെ കൗണ്ടറിലുള്ള നമ്മുടെ ധനസമാഹരണം, പിന്നെ സ്പോൺസർഷിപ്പ്, മറ്റേ നമ്മുടെ ഇവിടെ ഒരുപാട് നാട്യ കലാരൂപങ്ങൾ പ്രദർശിപ്പിക്കുന്നുണ്ട്. ചിലതൊക്കെ പെയ്ഡ് പ്രോഗ്രാംസാണ്. നല്ല ആർട്ടിസ്റ്റുകളെ കൊണ്ടുവന്നാണ് ഇവിടെ അവരുടെ പരിപാടികൾ അവതരിപ്പിക്കുന്നത്. അതിന് ശരിക്കും നല്ലൊരു തീർച്ചയായിട്ടും വരും. അല്ലാതെയും ഒരുപാട് ആർട്ടിസ്റ്റുകൾ സമർപ്പണമായിട്ടും ഇവിടെ ചെയ്യുന്നുണ്ട്. എന്നാലും അവർക്ക് വേണ്ട സജ്ജീകരണം എടുക്കുന്നതും അതും ഒരു ഘടകമാണ്. അപ്പോൾ അതിൻ്റെ സ്പോൺസർഷിപ്പ് ആൾക്കാർക്ക് ചെയ്യാം. അത് മാത്രമല്ല, നമ്മൾ LED സ്ക്രീൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അഡ്വർടൈസ്മെൻ്റായിട്ട് വരുന്നവർക്ക് അവർക്കും തീർച്ചയായിട്ടും പല ആൾക്കാർക്കും വിശ്വാസവും വിശ്വാസപരമല്ലാത്തതുമായിട്ടുള്ള കാര്യങ്ങൾക്കും അഡ്വൈസ് ചെയ്ത് അവരുടെ ബിസിനസ് കാര്യങ്ങൾക്കും പ്രൊമോട്ട് ചെയ്യാം. തീർച്ചയായിട്ടും അതിനൊരു സഭ്യത നിലനിർത്തിക്കൊണ്ടുള്ള അഡ്വർടൈസ്മെൻറ്റ് മാത്രമേ നമ്മളിവിടെ അനുവദിക്കുള്ളൂ. അതിൽ സംശയമൊന്നുമില്ല. ഇവിടുത്തെ ക്ഷേത്രത്തിൻ്റെ കൾച്ചർ അനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ മാത്രം. നമ്മൾ സോവിനിയർ ഇറക്കുന്നുണ്ട്, നല്ലൊരു സോവിനിയർ ഇറക്കുന്നത്. അതിലേക്കും നമ്മൾ അഡ്വർടൈസ്മെൻറ്റ് എടുക്കുന്നുണ്ട്. പിന്നെ അന്നദാനത്തിന് മുതൽക്കൂട്ടായിട്ട് കൊണ്ടുവരുന്ന സാധനങ്ങൾ, അങ്ങനെ പല വിധത്തിലും നമ്മൾ ധനസമാഹരണം, വിഭവ സമാഹരണം നടത്തുന്നുണ്ട്. ഉള്ളിലെ പൂജകൾക്കുള്ള ആവശ്യങ്ങൾ, ഇതെല്ലാം തന്നെ ജനങ്ങൾക്ക് സമർപ്പിക്കാവുന്നതാണ്. നല്ല രീതിയിൽ അതിൻ്റെ ഒരു ഭഗവാനോടുള്ള സമർപ്പണമായിട്ട് കരുതി തന്നെ ഇത് ചെയ്താൽ വളരെ ഉപകാരമായിരിക്കും. തീർച്ചയായിട്ടും ഇങ്ങനൊരു ഇത് വിജയിക്കാൻ ഇപ്പോൾ നമ്മൾ അത്രയും മുന്നിൽ പോകാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഒരുപാട് കമ്മിറ്റ്മെൻറ്റ്സ് വന്നിട്ടുണ്ട്. ആർച്ചുകൾക്കൊക്കെ തീർച്ചയായിട്ടും നല്ലൊരാളെ കിട്ടിയാൽ നല്ലതാണ്. അതിൽ 1 ലക്ഷം 2 ലക്ഷമൊക്കെ ഉണ്ട്. 50,000-ൻ്റെ ആർച്ചുകളുണ്ട്.
ആൾക്കാർ എല്ലാവരും കൂടെ ഒത്തൊരുമിച്ച് സഹകരിച്ച് അവർക്കറിയാവുന്ന ആൾക്കാരെ വിളിച്ച് ബന്ധപ്പെടുത്തി വേണ്ട പോലെ ഞങ്ങളായിട്ടൊന്ന് നിന്നാൽ ഇത് ഇതെല്ലാം നമുക്ക് പൂർത്തീകരിക്കാൻ പറ്റും. സിമ്പിളാണ്. തീർച്ചയായിട്ടും. എറണാകുളത്തിൽ 5 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ തന്നെ ഇത് മുഴുവൻ തീരും. അതൊന്നും ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളല്ല. തീർച്ചയായിട്ടും എല്ലാവരും ദേവസ്വം ഓഫീസറും. ഇപ്പോൾ ഈ ധനസമാഹരണ ഗ്രൂപ്പിൽ തന്നെ എത്ര പേര് ഇവിടെ ഉത്സവവുമായി ബന്ധപ്പെട്ട് ദേവസ്വത്തിൻ്റെ ജീവനക്കാർ പല നാട്ടിൽ നിന്നും വന്നിട്ടുണ്ട് ഇത് നമ്മുടെ കൂടെ സഹകരിക്കാൻ. പക്ഷെ അവരും വേറെ നാട്ടുകാരാണ്. അപ്പം നമ്മുടെ ആൾക്കാരും കൂടെ ഉണ്ട്. നിങ്ങളൊക്കെയാണ് അവരും കൂടെ പോവാനും അവരെ സഹകരിക്കാനും, അല്ലെങ്കിൽ അവർ വന്നാൽ അവരെ വേണ്ട വിധത്തിൽ സ്വീകരിച്ചിരുത്തി അവർക്ക് ആ ബഹുമാനത്തോടെ നമ്മുടെ നാട്ടിൽ വന്ന് അവർ ഇതിനു വേണ്ടി വരുന്ന സ്ഥിതിക്ക് അതിനൊരു ബഹുമാനം കൊടുത്ത് അവർ വേണ്ട വിധത്തിൽ കണ്ട് ചെയ്യാൻ വളരെ ഉപകാരമായിരിക്കും. തീർച്ചയായിട്ടും. ഒരു ധനസമാഹരണത്തിന് വളരെയധികം മനസ്സും ശരീരവും സമർപ്പിച്ചുകൊണ്ട് ഭഗവത് പാദങ്ങളിൽ തങ്ങളുടെ സേവനം സമർപ്പിച്ച് വളരെ ജാഗരൂകരായി നിൽക്കുന്ന നിതാന്തമായ ജാഗ്രതയോടുകൂടി ഈ ഉത്സവത്തിൻ്റെ എല്ലാവിധത്തിലുള്ള ഘടകങ്ങളെയും ഒത്തുചേർക്കുന്നതിനാവശ്യമായ ധനപരമായ സമാഹരണം അത് മനധനപരമായിട്ടുള്ളതാണ്. ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും അതുപോലെ തന്നെ ദ്രവ്യങ്ങൾ കൊണ്ടും ധനപരമായ അർത്ഥങ്ങൾ കൊണ്ടുമൊക്കെ സമാഹരിച്ചെടുക്കുന്ന ഒരു കൂട്ടായ്മയാണ് ഈ ഉത്സവത്തിൻ്റെ മഹാവിജയം. കാഴ്ചയുടെയും അനുഭവങ്ങളുടെയും നല്ലൊരു ഉത്സവമാക്കി മാറ്റാൻ ഈ ഒരു ഗ്രൂപ്പിന് അഥവാ ഈ സംഘത്തിന് ദേവസ്വം ജീവനക്കാരുമായി ക്ഷേത്രം ഓഫീസറുമായി ഒക്കെ സഹകരിച്ച് പ്രവർത്തിക്കാൻ കഴിയുമാറാകട്ടെ. അതിനുള്ള ആയുരാരോഗ്യ സൗഖ്യാദി ഓജസ്സുകളും വീര്യവും ഭഗവത് പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് അവർക്ക് അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ അഭിമുഖം ഇവിടെ പര്യവസാനിക്കുന്നു. നമസ്കാരം.